അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1290, സൂറത്തു തൗബ 40-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹുല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إلا تنصروه, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല തങ്ങളെ സഹായിച്ചിരിക്കുന്നു. ഇത് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് സാനിയ ഇസ്നൈൻ, രണ്ടുപേരിൽ രണ്ടാമനായ നിലക്ക്, ഇദ്ഹുമാ ഫിൽ ഗാരി, അവർ രണ്ടുപേരും ഗുഹയിലായിരിക്കെ, ഇത് യഖൂലു ലി സാഹിബിഹി, തന്റെ ചങ്ങാതിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅന, നിശ്ചയം അല്ലാഹുവിന്റെ സഹായം നമ്മോടൊപ്പമുണ്ട് എന്ന്. ആ സമയത്ത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിർണായകമായ ഘട്ടങ്ങളിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാവാതെ മാറി നിൽക്കുകയാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിക്കേണ്ട സാഹചര്യം അല്ലാഹു ഉണ്ടാക്കുകയില്ല. ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി, അങ്ങനെ അല്ലാഹു തആല നബിതങ്ങളുടെ മേലിൽ അവന്റെ സമാധാനം ഇറക്കിക്കൊടുത്തു. വയ്യദഹു, നബിതങ്ങൾ അല്ലാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തു. ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത സൈന്യങ്ങളെ കൊണ്ട്. വജഅല കലിമത്തല്ലദീന കഫറു സുഫുല, സത്യനിഷേധികളുടെ വാക്യത്തെ അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനത്തെ അല്ലാഹു തആല താഴ്ന്നതാക്കി. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ വാക്യമാകുന്നു ഉയർന്നു നിൽക്കുന്നത്. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതിന് മുമ്പത്തെ സൂക്തങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ സൂക്തവും. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനു വേണ്ടി വിളിക്കപ്പെടുമ്പോൾ ഭൂമിയിലേക്ക് അഭയം പ്രാപിക്കുകയും ഭൗതിക ജീവിതത്തിന്റെ സുഖസുഷുപ്തിയിൽ ലയിച്ചു പോകാനുള്ള സാഹചര്യവും അള്ളാഹുവിന് വേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനവും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. അഥവാ നിങ്ങൾ നിർണായകമായ ഘട്ടത്തിൽ പാലം വലിക്കാനാണ് പരിപാടിയെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്കെതിരെ ശിക്ഷ ഇറക്കുമെന്നായിരുന്നുവല്ലോ കഴിഞ്ഞ സൂക്തങ്ങളിൽ വിശദീകരിച്ചത്. അതിനെ തുടർന്ന് വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിലേക്ക് കൃത്യമായി ആഴ്ന്നിറങ്ങുന്ന ഒരു സന്ദേശമാണ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിന്റെ ദീനിനെയും സഹായിക്കുക എന്ന ഉത്തരവാദിത്വം അത് മുസ്ലിമീങ്ങളെ ഏറ്റെടുക്കണം. അവരതിന് വിമുഖത കാണിച്ചാൽ ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് പിന്മാറാനാണ് അവരുടെ പരിപാടിയെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനൊന്നും വരാനില്ല. അവന്റെ ദീനിനെ അള്ളാഹു തആല തന്നെ സംരക്ഷിക്കും. കാരണം ഈ ദീൻ അവനാണ് അവതരിപ്പിച്ചത്. ആ ദീനിന്റെ സംരക്ഷണവും അള്ളാഹു തആല തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ആ നന്മയുടെ പക്ഷത്ത് നെഞ്ചുറപ്പോടുകൂടെ നിലനിൽക്കാൻ സാധിക്കുന്നു എന്ന ക്രെഡിറ്റ് കിട്ടേണ്ട ആവശ്യം നമുക്കാണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിലേക്ക് നല്ലൊരു ഉത്ബോധനമാണ് അല്ലാഹു തആല ഈ സൂക്തത്തിലൂടെ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിന്റെ ദീനിനെയും സഹായിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ വലിയൊരു അവസരമായി കണ്ട്, സൗഭാഗ്യമായി കണ്ട്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ ആ സുവർണാവസരത്തെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അതിനു പകരം എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ തനിക്കെന്തെങ്കിലും ശാരീരികമായ അപകടം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് പുറകോട്ട് പോയാലും ദീനിനൊന്നും സംഭവിക്കില്ല, മതത്തിനൊന്നും സംഭവിക്കില്ല. മതത്തിന്റെ സംരക്ഷണം നിങ്ങളല്ലെങ്കിൽ മറ്റൊരു ടീമിനെ അല്ലാഹു തആല ഏൽപ്പിക്കും.
അപ്പൊ അത് ഏൽപ്പിച്ചു കിട്ടേണ്ടത് ഞങ്ങൾക്ക് തന്നെയാണ് എന്ന് ചിന്തിക്കാനാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്. പടച്ചോനെ, നിന്റെ കൽപ്പനകൾ ഞങ്ങൾ ലംഘിച്ചുകൊണ്ട് നിന്റെ ദീനിനോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഞങ്ങൾ മാറിയപ്പോ ഞങ്ങളെ നീ ഇവിടുന്ന് മാറ്റിയിട്ട് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ലേ. അഥവാ ഈ ദീനിന്റെ സംരക്ഷണവും കാവൽ നേതൃത്വവും അത് ഞങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്ന ഉത്കടമായ ആഗ്രഹവും സതുദ്ദേശപരമായ ലക്ഷ്യവുമാണ് വാസ്തവത്തിൽ വിശ്വാസികളെ നയിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താൻ നേരത്തെ ചില സൂക്തങ്ങളിൽ രേഖപ്പെടുത്തിയല്ലോ. അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ മതത്തെ കൃത്യമായി സംസ്ഥാപിക്കുക, അതിനെ സംരക്ഷിക്കുക, പറിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധം വേരോട്ടമുള്ള പ്രസ്ഥാനമായി അതിനെ നിലനിർത്തുക എന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനവും അവന്റെ പദ്ധതിയും. അതുകൊണ്ട് തന്നെ ആ ദീൻ സംരക്ഷിക്കാൻ നിങ്ങളല്ലെങ്കിൽ മറ്റൊരു ടീം, ആ ടീമിനെ അള്ളാഹു തആല ഏർപ്പാടാക്കുമെന്നത് പടച്ച തമ്പുരാന്റെ ഒരു നീതിപരമായിട്ടുള്ള ഒരു നീക്കമാണ്. ആ നീക്കത്തിൽ നമുക്ക് അതിനോട് സഹകരിക്കാനും അതിന്റെ കൂടെ നിൽക്കാനും സാധിച്ചാൽ ഈ മഹത്തായ സൌഭാഗ്യത്തിന്റെ നേട്ടവും അതിന്റെ ക്രെഡിറ്റും നമുക്ക് അവകാശപ്പെടാം. അതേസമയത്ത് നമ്മൾ പുറംതിരിഞ്ഞു നിന്നാലോ, നമ്മൾ നമ്മുടെ കോഴി കൂയില്ലെങ്കിലും നേരം വെളുക്കാതിരിക്കില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ പുറംതിരിഞ്ഞു നിന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണവും അതിന്റെ സഹായവും അള്ളാഹു തആല മറ്റൊരു ടീമിനെ ഏൽപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു നിർണായകമായ ഘട്ടം സ്വന്തം നാട്ടുകാർ തനിക്കു നേരെ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വസ്ഥത കെടുത്തുന്ന സാഹചര്യമാണ് അവർ നിലനിർത്തിയത്. ആ നിലനിർത്തിയ ഘട്ടം ഇനി നാട്ടിൽ നിന്ന് പോവലല്ലാതെ മാർഗമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. കാരണം തന്റെ വീട് വളയുകയാണ് രാത്രി. എന്തിനാണ് മുത്തുനബിന്റെ വീട് വളയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണം. അതിനെല്ലാ കുടുംബത്തിലെയും അല്ലെങ്കിൽ എല്ലാ ഗോത്രത്തിലെയും ആയുധധാരികളായ ചെറുപ്പക്കാർ കാത്തുനിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് പാതിരക്ക് റസൂലുള്ളാഹി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ ആ സമയത്ത് തീർക്കാനുള്ള തീരുമാനമാണ് ദാറുൻ നദ്വത്ത് എന്ന് പറയുന്ന അവരുടെ അന്നത്തെ ഓഫീസിൽ വെച്ച് മുശ്രിക്കുകൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുന്നു ശത്രുക്കൾ. ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ വീട് വളഞ്ഞ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം നൽകി, തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ സാധാരണ തങ്ങൾ കിടക്കാറുള്ള വിരിപ്പിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടത്തി. എന്നുമാത്രമല്ല, നബിതങ്ങളോട് ഈ മതപരമായ വിഷയത്തിൽ ശത്രുതയും ശാസ്ത്രവും നിലനിർത്തുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധതയെ സംബന്ധിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചതിക്കില്ല എന്ന വിഷയത്തിലോ ഒന്നും യാതൊരു തർക്കമോ സന്ദേഹമോ മുശ്രിക്കുകൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോകാതെ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാനുണ്ടെങ്കിൽ, പണം സൂക്ഷിക്കാനുണ്ടെങ്കിൽ ഒക്കെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തന്നെയാണ് ഏൽപ്പിക്കാറ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചീറ്റ് ചെയ്യൂല എന്നവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പലരുടെയും സൂക്ഷിപ്പ് സ്വത്ത് മുത്തുനബിന്റെ കയ്യിലുണ്ട്. അതൊക്കെ കൃത്യമായി ലിസ്റ്റിട്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഏൽപ്പിച്ചു. നാളെ ഇതൊക്കെ അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇന്ന് നിങ്ങൾ ഞാൻ ഈ കിടക്കുന്ന വിരിപ്പിൽ കിടക്കണം. മഹാന്മാരായ സഹാബത്തിന്റെ അർപ്പണബോധത്തിന്റെ വല്ലാത്തൊരു തെളിവായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് മറയുടെ പിന്നിലുള്ളതല്ല, വളരെ ദുർബലമായിട്ടുള്ള ഈത്തപ്പനയുടെ ഓലയും അതേപോലെ തന്നെ അതിന്റെ തടിയുമൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളല്ലേ. ഒന്ന് വേണമെന്ന് വിചാരിച്ച് ആഞ്ഞു തള്ളിയാൽ ശത്രുക്കൾക്ക് വീട്ടിലേക്ക് ഇരച്ചു കയറാനുള്ള സാഹചര്യമുണ്ടാകും. ആ വിരിപ്പിൽ കിടക്കുന്നത് നബിതങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച ഒരു അപ്രതീക്ഷിതമായ അറ്റാക്കിലൂടെ അവർ ഇടിച്ചു കയറി അകത്ത് നിന്ന് തന്നെ കൊലപ്പെടുത്തിയാലോ എന്ന ചിന്തയെങ്ങാനും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ നബിതങ്ങൾ പറഞ്ഞതുപോലെ ആ വിരിപ്പിൽ തനിക്ക് കിടക്കാൻ സാധിക്കുമോ? അപ്പൊ ഇവിടെയാണ് സഹാബത്തിന്റെ ആത്മധൈര്യം, അവരുടെ മുത്തുനബിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണെന്ന ആ പ്രഖ്യാപനം, സമർപ്പണത്തിന്റെ സന്ദേശം നമുക്ക് മനസ്സിലാവുന്നത്. അലി റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കടന്നു. ശത്രുക്കൾ ജനലിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടക്ക്. അപ്പൊ ആള് കിടക്കുന്നുണ്ട്, റസൂലാണ് കിടക്കണമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു, നബി അങ്ങ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. എങ്ങനെ പുറത്തിറങ്ങും?
കാവൽ നിൽക്കുകയല്ലേ ശത്രുക്കൾ. ഒരൽപ്പം മണ്ണെടുത്ത് സൂറത്തു യാസീനിന്റെ ആദ്യ ഭാഗം പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേരെ എറിഞ്ഞു. ആ മണൽത്തരികൾ ഓരോരുത്തരുടെയും കണ്ണിൽ വന്ന് വീഴുകയും പെട്ടെന്ന് അവർക്കൊക്കെ ഒരു തരം ഉറക്കം തൂങ്ങൽ അനുഭവപ്പെടുകയും നിമിഷനേരം കൊണ്ട് അവർക്കിടയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു കടക്കുകയും ചെയ്തു. അങ്ങനെ പുറത്തു കടന്ന് നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അപ്പം മദീനയിലേക്ക് അപ്പോഴേക്ക് ഏറെക്കുറെ സഹാബികൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രം നമുക്കറിയാമല്ലോ. അപ്പോഴാണ് ഇവർക്ക് വാസ്തവത്തിൽ ബോധമുണ്ടാവുന്നത് ശത്രുക്കൾക്ക്. അങ്ങനെയാണ് അവർ ഗൌരവതരമായ ഒരു ചർച്ചയ്ക്ക് ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ആ മീറ്റിംഗിൽ അവരുടെ അജണ്ട എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ഏറെക്കുറെ ആളുകളൊക്കെ മദീനയിൽ എത്തിക്കഴിഞ്ഞു. ഇനി വല്ലാതെ വൈകാതെ മുഹമ്മദ് നബിയും പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഒരു കാരണവശാലും മുഹമ്മദ് നബി മദീനയിൽ എത്താൻ പാടില്ല. കാരണം മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം തന്നെ മദീനക്കാരും മക്കയിൽ നിന്ന് മദീനത്തെത്തിയിട്ടുള്ളവരായ മുഹാജിറുകളും ഇവരെല്ലാവരും കൂടെ കൂടിയാൽ ഒരു അതിശക്തമായിട്ടുള്ള സംഘമായി മാറും. ആ സംഘം നമുക്കെതിരെ തിരിഞ്ഞാൽ ആ സംഘത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്താൻ പാടില്ല. അതിന് നമുക്കെന്തു ചെയ്യാൻ പറ്റും? ആലോചനയിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, എന്നാ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറ്റേതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്താം. അപ്പൊ അവര് അതിന്റെ ബുദ്ധിശൂന്യത ചൂണ്ടിക്കാണിച്ചു. കാരണം വേറെ നാട്ടിലേക്ക് പോയാൽ അവിടുന്ന് മദീനത്തേക്ക് പോകാൻ എളുപ്പമല്ല. അതുകൊണ്ട് ആ അഭിപ്രായം ശരിയല്ല. വേറൊരാൾ പറഞ്ഞു, നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകളെ നിയന്ത്രണത്തിൽ തടവ് പുള്ളിയാക്കി വെക്കാം, തടവിൽ നിർത്താം, ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുക്കാം, സൌകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതേസമയത്ത് ഈ ആളുകൾ കാവലിൽ നിന്നാൽ പിന്നെ മുഹമ്മദ് നബിക്ക് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ എന്ന്. ആ അഭിപ്രായം നിരാകരിക്കപ്പെട്ടു. കാരണം എന്താ? അങ്ങനെ നമ്മൾ കുറച്ചാളുകളെ കാവലിൽ നിർത്തിയാൽ ആ ആളുകളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഏറ്റവും നല്ല സ്നേഹമസരണമായ പെരുമാറ്റം അത് അവരുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ടായി മാറും. അവർ വല്ലാതെ വൈകാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന, തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ടീമായി മാറും. അങ്ങനെ പിന്നെ മദീനയിലേക്ക് അവർ ഒന്നിച്ചായിരിക്കും നമ്മൾ പോലും അറിയാതെ പോവുക. അതുകൊണ്ട് ആ അഭിപ്രായവും പ്രസക്തമല്ല. അങ്ങനെയാണ് എല്ലാ ഗോത്രത്തിൽ നിന്നുമുള്ള ആയുധധാരികളായ ആളുകൾ ഒരുമിച്ച് നിന്ന് പാതിരക്ക് റസൂലുള്ളാഹിയെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ കൊല്ലാൻ തീരുമാനിച്ചത്. എല്ലാ ഗോത്രത്തിൽ നിന്നും ആളുകളെ കൂട്ടിയതെന്നു വെച്ചാൽ ആരാണ് കൊന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. കാരണം ആരാ കൊന്നതെന്ന് അറിഞ്ഞാൽ കൊന്നവനെ തിരിച്ചു കൊല്ലുക എന്ന പ്രതിക്രിയാ സംവിധാനം അന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാ കൊന്നതെന്ന് അറിയാതെ തെളിവ് തുമ്പില്ലാണ്ടാക്കാനാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എന്ത് ചെയ്യണത്? ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. അങ്ങനെ വീട് വളഞ്ഞപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു തങ്ങളോട് ഇറങ്ങാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അവർക്കിടയിലൂടെ ഇറങ്ങി ഈ മണ്ണ് കണ്ണിൽ വന്ന് വീണതോടുകൂടെ ഒരു നിമിഷം നേരത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തെറ്റി. ആ നിമിഷം കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു തങ്ങൾ അവർക്കിടയിലൂടെ സുഗമമായി പുറത്തെത്തി സിദ്ദീഖ് തങ്ങളെ വീട്ടിലെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എല്ലാവരും ഹിജറ പോകാൻ നിർദ്ദേശം കിട്ടിയപ്പോൾ ആദ്യം തന്നെ ഏത് നന്മയിലും മുന്നിലിറങ്ങുന്ന ആളാണ് മൂപ്പര്. ഏത് നന്മയുടെ വിഷയത്തിലും മുന്നിലിറങ്ങുന്ന ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നബി തങ്ങളോട് ചോദിച്ചിരുന്നു, നബിയെ ഞാൻ മദീനത്തേക്ക് ഹിജറ പോകട്ടെ? അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ സമയമായിട്ടില്ല, ഞാൻ പറയാം. ആ പറയാമെന്ന് പറഞ്ഞത് മദീനയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ തന്റെ കൂട്ടുകാരനായിട്ട് സിദ്ദീഖ് തങ്ങൾ ഉണ്ടാകണമെന്ന അത്യാഗ്രഹത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ആ ഉത്സാഹത്തിന്റെ പേരിലാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലെത്തി നമുക്ക് പുറപ്പെടാം, മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കാം. ഇത് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വഹബത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ തങ്ങളുടെ കൂടെ കൂടാൻ എനിക്കും അവസരമുണ്ടെന്നാണോ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങൾക്കും എന്റെ കൂടെ പോരാൻ അവസരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷം സിദ്ദീഖ് തങ്ങൾക്ക്. സന്തോഷം കൊണ്ട് മഹാനവർകൾ കരഞ്ഞുപോയി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. ഏതായാലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും നേരെ മദീനത്തേക്ക് വെച്ച് പിടിക്കുകയല്ല. സ്വാഭാവികമായും തങ്ങൾ മിസ്സിംഗ് ആണെന്ന് അറിയുമ്പോൾ മക്കക്കാരുടെ തെരച്ചിലുണ്ടാകും. അതുകൊണ്ട് ഉടനെ തന്നെ പുറപ്പെടുന്നത് ബുദ്ധിയല്ല. അങ്ങനെയാണ് ആറുസൗർ എന്ന ഗുഹയുടെ മുകളിൽ
ആ സൗറുമലയുടെ മുകളിലുള്ള ഗുഹയിൽ റസൂലുള്ളാഹിയും തങ്ങളും സിദ്ദീഖ് തങ്ങളും അഭയം പ്രാപിക്കുന്നത്. ആ സമയത്ത് ശത്രുക്കൾ അന്വേഷിച്ചുകൊണ്ട് തെരഞ്ഞുകൊണ്ട് അവിടെയും എത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശത്രുക്കൾ അന്വേഷിച്ച് അവിടെ എത്തുമ്പോ അവരിങ്ങനെ ഈ ഗുഹയുടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. നബി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, അവരിൽ ഒരാൾ അവരുടെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കണ്ടുപോകുമല്ലോ. നമ്മളിവിടെ പിടിക്കപ്പെട്ടാൽ, ഞാൻ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് പ്രശ്നമല്ല, ഞാനൊരു വ്യക്തിയാണ്. അതേസമയത്ത് അങ്ങയുടെ സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു പ്രസ്ഥാനത്തിന്റെ നാശത്തിന് നാന്ദി കുറിക്കുന്ന പ്രവർത്തനമായി മാറുമല്ലോ എന്ന ബേജാറാണ് സിദ്ദീഖ് തങ്ങൾക്ക്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി പറയുന്നത്, മാലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാവോ, സിദ്ദീഖേ, ഈ രണ്ടാളുകളെ പറ്റി എന്താ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? മൂന്നാമനായി നമ്മളെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടല്ലോ. അതുകൊണ്ട് എവിടെയും നമ്മൾ വിഷമിക്കില്ല. ശത്രുക്കൾക്ക് നമ്മളെ പിടിക്കാനാവില്ല. നോക്കൂ, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതാ ആ മാടപ്രാവ് മുട്ടയിട്ട് അടയിരിക്കുന്നു ഈ ഗുഹയുടെ പുറത്ത്. അതേപോലെ 8 കാല് വലകെട്ടിയിരിക്കുന്നു ഗുഹയുടെ പുറത്ത്. അങ്ങനെ വന്നപ്പോ ആ ഗുഹയുടെ അടുത്തേക്ക് എത്തുമ്പോ തന്നെ ഇവര് വിചാരിക്കുന്നു, മക്കക്കാര് വിചാരിക്കുന്നു, ഈ വഴിക്കൊന്നും അടുത്ത ദിവസമൊന്നും ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ തെരഞ്ഞ് നേരം കളയണ്ട എന്ന്. അങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത് ഇവിടെ, ഇല്ലാത്ത സുറൂഹു, നബി തങ്ങളെ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു തആല തങ്ങളെ സഹായിച്ചിരിക്കുന്നു ജനങ്ങളെ. ഇത് അഖറജഹുല്ലദീന കഫറു, സത്യനിഷേധികൾ നബി തങ്ങളെ പുറത്താക്കിയപ്പോൾ. നബി തങ്ങളെ പുറത്താക്കിച്ചാൽ നിങ്ങൾ മദീനത്തേക്ക് പോകണമെന്ന് പറഞ്ഞു എന്നല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇനി മക്കത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന കണ്ടീഷൻ അവരുണ്ടാക്കിയപ്പോൾ റസൂലുള്ളാഹി പോവുകയാണ്. അങ്ങനെ സ്വമേധയാ പോകാൻ തീരുമാനിച്ചു. പക്ഷെ അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇവരുടെ ഈ കടുത്ത ധിക്കാരവും അതേപോലെ തന്നെ അക്രമ പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് നബിതങ്ങൾ സ്വയമേവ പോയതാണെങ്കിലും പോക്കിക്കളഞ്ഞു, നബിതങ്ങൾ അവിടുന്ന് പുറത്താക്കി എന്ന് പറയാൻ മാത്രം ഇവരുടെ അടുത്ത് അവിടെ അതിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, ഇവരുടെ ദുസ്വാധീനം അതിന് കാരണമായതുകൊണ്ടാണ് അവർ പുറത്താക്കി എന്നുള്ള പ്രയോഗം അല്ലാഹു നടത്തിയത്. അങ്ങനെ ആ പുറത്താക്കിയ സമയത്ത് നബിതങ്ങളെ അല്ലാഹു സഹായിച്ചു. സാനിയ സിനൈൻ, രണ്ടിൽ രണ്ടാമനായിട്ട്. ഇവിടെ രണ്ടിൽ രണ്ടാമൻ എന്ന് പറയുമ്പോൾ ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഗുഹയിലായിരിക്കെ. സൗർ എന്ന് പറയുന്ന മലയുടെ മുകളിലുള്ള ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഇരിക്കുന്നു. ആ സമയത്ത് അല്ലാഹു തആല നബി തങ്ങളെ സഹായിച്ചു. വല്ലാത്ത സഹായം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സൗറിന്റെ മുകളിലുള്ള ഈ 6 സൗർ എന്ന് പറഞ്ഞ ഈ ഗുഹ ഉണ്ടല്ലോ, സൗർ ഗുഹ എന്ന് പറയുന്ന ഗുഹ, ആ ഗുഹയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറി നോക്കിയാലാണ് നമ്മൾ അമ്പരന്ന് പോവുക. അല്ലാഹു തആല നബി തങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നതിന്റെ വൈപുല്യവും അതിന്റെ വ്യാപ്തിയും നമുക്ക് അപ്പോഴാ ബോധ്യപ്പെടുക. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വളരെ കഷ്ടപ്പെട്ട് നോക്കേണ്ടതില്ല എന്നർത്ഥം. കുറച്ചൊക്കെ ഒരു ഓപ്പൺ പ്രദേശം പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ഉള്ളത്. അതിന്റെ തൊട്ടടുത്ത് അന്വേഷിച്ച് ചെന്നിട്ടും അവർക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് ദൈവികമായ സഹായത്തിന്റെ വല്ലാത്തൊരു ഉദാഹരണമല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അവർ ഗുഹയിലായ സമയം ഇത് യഖൂലു ലി സാഹിബിഹി, നബി തങ്ങൾ തന്റെ ചങ്ങാതിയോട് പറയുന്നു, സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, ലാ തഹ്സൻ, നിങ്ങൾ വിഷമിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നിശ്ചയം അല്ലാഹുവിന്റെ സഹായം നമ്മളോടൊപ്പമുണ്ട് എന്ന് പറയുന്നു. സിദ്ദീഖ് തങ്ങൾ അവിടെ ഇവരെത്തുമ്പോ നബിയെ അവര് കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടുപോകും എന്ന് വിഷമിക്കുകയാണ്. വാസ്തവത്തിൽ സിദ്ദീഖിന്റെ വിഷമം സിദ്ദീഖിന്റെ പേരിലല്ല, തനിക്കെന്തെങ്കിലും അപകടമോ അപായമോ വരുമോ എന്ന് ചിന്തിച്ചിട്ടല്ല, മറിച്ച് മുത്തുനബിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ബേജാറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത് എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. അങ്ങനെ ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി, നബിതങ്ങളുടെ മേലിൽ അല്ലാഹു തആല തന്റെ സമാധാനം ഇറക്കി കൊടുത്തു. നേരത്തെ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല സമാധാനവും സംതൃപ്തിയും നൽകിയിട്ടുണ്ട്, അതൊന്നുകൂടി സജീവമാക്കി കൊടുത്തു എന്നർത്ഥം വെച്ചാൽ കുഴപ്പമില്ലാതെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. വയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല നബിതങ്ങളെ ശക്തിപ്പെടുത്തി. അതായത് ഏതു നിമിഷവും ഏതു വിധത്തിലുള്ള സഹായവും വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷൻ അതിന്റെ പരിസരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ശത്രുക്കൾ പരാജയപ്പെട്ടു പോയി. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല,
സത്യനിഷേധത്തിന്റെ വാക്യത്തെ അല്ലെങ്കിൽ അതിന്റെ സന്ദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളഞ്ഞു. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള സന്ദേശം പൂർത്തീകരിക്കാനോ അത് സ്ഥാപിക്കാനോ സാധിച്ചില്ല. അതേസമയത്തോ കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ വാക്യം അഥവാ അവന്റെ ഈ ദീനിന്റെ സന്ദേശം അതാകുന്നു ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ദീനിനെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും ആ ശ്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആ പറഞ്ഞതിന്റെ പുലർച്ചെ ഇവിടെ നമ്മൾ കാണുകയാണ്. വല്ലാഹു അസീസുൽ ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനങ്ങളിൽ പ്രതാപിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ദീനിനെ അവൻ സഹായിക്കും. അപ്പൊ ദീനിനെ അല്ലാഹു സഹായിക്കും നമ്മളില്ലെങ്കിൽ മറ്റൊരു ടീമിനെ കൊണ്ട്. അപ്പൊ ആ ടീം നമ്മളാവാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ദീനിന്റെ പ്രചാരകരാവുക, മതത്തിന്റെ പ്രബോധകരാവുക. ഈ മതത്തിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ആശയത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി നമ്മളെ കൊണ്ടാവും വിധത്തിൽ സേവനം ചെയ്യുക. അതിൽ ഇഖ്ലാസോടുകൂടെ മുന്നോട്ട് പോവുക. ഇതൊക്കെ ഇതിന്റെ സന്ദേശമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.